ഹലോ, നമ്മളിന്ന് നോക്കാൻ പോകുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസങ്ങളിലായിട്ട് ജേണലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കി, ലെഡ്ജർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കി, ലെഡ്ജറിൽ നിന്ന് ട്രയൽ ബാലൻസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കി അല്ലേ. അപ്പോൾ റെക്കോർഡിംഗ് പഠിച്ചു, ക്ലാസിഫൈങ് പഠിച്ചു, സമ്മറൈസിങ് പഠിച്ചു. ഇത് നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കേണ്ട അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുക, അതിൻ്റെ റിസൾട്ട്സ് ഇൻ്റർപ്രറ്റ് ചെയ്യുക അല്ലേ. ആർക്ക് വേണ്ടി? യൂസേഴ്സിന് വേണ്ടി. അപ്പോൾ ആരൊക്കെയാണ് യൂസേഴ്സ്, എന്തൊക്കെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുക എന്നൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അക്കൗണ്ടിങ് പ്രോസസ്സ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ ഐഡൻറ്റിഫിക്കേഷനിലൂടെയാണ് അല്ലേ. എന്താണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക, അത് ജേണലൈസ് ചെയ്യുക അല്ലെങ്കിൽ ലെഡ്ജറൈസ് ചെയ്യുക, അതിനുശേഷം ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക, അതിൽ നിന്ന് നമ്മൾ യൂസേഴ്സിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റുകളെ കളക്റ്റീവായിട്ട് പറയുന്നൊരു പേരാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റ് ഉണ്ട്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്, പിന്നെ ഷെഡ്യൂൾസ് ആൻഡ് നോട്ട്സ് ടു അക്കൗണ്ട്സ് ഉണ്ട്. അപ്പോൾ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻ്റർപ്രൈസിൻ്റെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനെ അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷൻ എവിടെ നിൽക്കുന്നു എന്നറിയാൻ വേണ്ടി ആ ഒരു ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഷീറ്റിനെയാണ് പറയുന്നത് ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്നൊക്കെ പറയും. അപ്പോൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിലാണ്, യൂഷ്വലി അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ April 1 സ്റ്റാർട്ട് ചെയ്ത് March 31 എൻഡ് ചെയ്യും. അപ്പോൾ നോർമലി ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് March 31 ഇനി ചില കമ്പനികൾ ക്വാർട്ടർലി പ്രിപ്പയർ ചെയ്യും, ചില കമ്പനികൾ ഹാഫ് ഇയർലി സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഓരോ പീരീഡിൻ്റെ എൻഡിലും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. അപ്പോൾ ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി അടുത്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യമാണ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇത് ഒരു എൻ്റർപ്രൈസിൻ്റെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസിനെ അളക്കാൻ വേണ്ടി അല്ലെങ്കിൽ പെർഫോമൻസ് എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്കാണ്. ഒരു 12 മാസത്തെ പീരീഡ് അല്ലെങ്കിൽ 6 മാസത്തെ പീരീഡ് അല്ലെങ്കിൽ 3 മാസത്തെ പീരീഡ്, അങ്ങനെ ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്കായിരിക്കും നമ്മൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. കൂടാതെ ഇതിൻ്റെ ഭാഗമായിട്ട്, അതായത് ബാലൻസ് ഷീറ്റിൻ്റെയും ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയൊക്കെ ഭാഗമായിട്ട് കുറേ ഷെഡ്യൂളുകൾ ഉണ്ടാവാറുണ്ട്. നോട്ട്സ് ടു അക്കൗണ്ട്സ്, കാര്യങ്ങൾ വിശദീകരിച്ചുള്ള എക്സ്പ്ലനേറ്ററി നോട്ട്സൊക്കെ കൊടുത്തുള്ള നോട്ട്സ് ടു അക്കൗണ്ട്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ കളക്റ്റീവായിട്ട് വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ബാലൻസ് ഷീറ്റ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, കൂടാതെ ഷെഡ്യൂൾസ് ആൻഡ് നോട്ട്സ് ടു അക്കൗണ്ട്സ്. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് യൂസേഴ്സിന് ഇൻഫർമേഷൻ, ഡാറ്റ കളക്ട് ചെയ്തതിൽ നിന്ന് ഇൻഫർമേഷനായിട്ട് പ്രോസസ്സ് ചെയ്ത് അത് ഇൻ്റർപ്രറ്റ് ചെയ്ത് അവർക്ക് റിസൾട്ട്സ് കൈമാറുകയാണ്. എന്തിനാണ്? അവരുടെ ആവശ്യത്തിന് വേണ്ടി അത് യൂസ് ചെയ്യാൻ അല്ലേ. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പാണ്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പ്രസൻറ്റ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് ദ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്കുള്ള ഫിനാൻഷ്യൽ പെർഫോമൻസിനെ കൃത്യമായിട്ട് മെറ്റീരിയൽ കാര്യങ്ങളൊന്നും കൺസീൽ ചെയ്യാതെ എല്ലാ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്തുകൊണ്ട് ഫെയറായിട്ട് അതിൻ്റെ പെർഫോമൻസിനെ വിലയിരുത്താൻ അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഫിനാൻഷ്യൽ പെർഫോമൻസിൻ്റെ മാത്രം ട്രൂ ആൻഡ് ഫെയർ വ്യൂ അല്ല, ഫിനാൻഷ്യൽ പൊസിഷൻ്റെ, ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ്റെ ട്രൂ ആൻഡ് ഫെയർ വ്യൂ പ്രസൻറ്റ് ചെയ്യാനും എന്തുപയോഗിക്കും? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കും. കൂടാതെ ഡിറ്റർമിനേഷൻ ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ്. ഗ്രോസ് പ്രോഫിറ്റ് ആണോ ബിസിനസ്, അത് ഗ്രോസ് ലോസ് ആണോ എന്നൊക്കെ ഡിറ്റർമിൻ ചെയ്യാൻ. കൂടാതെ ഒരു എൻ്റർപ്രൈസിന് ആ വർഷം അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ, അതിൻ്റെ ഓപ്പറേഷനിൽ നിന്നെല്ലാം ലാഭമുണ്ടോ നഷ്ടമുണ്ടോ എന്നൊക്കെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി എന്തുപയോഗിക്കും? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കും. കൂടാതെ ഒരു പെർട്ടിക്കുലർ ഇയറിൻ്റെ മുന്നത്തെ പീരീഡായിട്ട് കമ്പയർ ചെയ്യണം. ഓക്കെ, ഈ വർഷം ഇത്ര പ്രോഫിറ്റ് ഉണ്ട്, കഴിഞ്ഞ വർഷം എത്ര ഉണ്ടായിരുന്നു, കഴിഞ്ഞ വർഷത്തിൽ നിന്നും ഈ വർഷത്തെ പ്രോഫിറ്റ് കുറഞ്ഞോ കൂടിയോ എന്നൊക്കെ അറിയാൻ വേണ്ടി കൂടി എന്തുപയോഗിക്കും? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കും. കൂടാതെ യൂസേഴ്സിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി പല റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യും. പിന്നെ പ്രൊവിഷൻസും റിസർവ്സും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും ഉപയോഗിക്കും. എന്താണ് പ്രൊവിഷൻസ്, എന്താണ് റിസർവ്സ് എന്നൊക്കെയുള്ളത് നമുക്ക് വഴിയെ പഠിക്കാം. അപ്പോൾ യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഞാൻ അല്ലേ. ആരൊക്കെയാണ് ഈ യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്
ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി ആരൊക്കെ ഉപയോഗിക്കുന്നോ അവരെല്ലാം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ യൂസേഴ്സ് എന്ന് പറയാം. ഒരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാൻ വേണ്ടി നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുത്താൽ പോരാ അല്ലേ, ഒരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കണം. ആ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾക്ക് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ഒബ്ജക്റ്റീവിൽ എത്താൻ വരണം. അങ്ങനെ ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്ന ആരൊക്കെയാണോ അവരെല്ലാം യൂസേഴ്സ് നമ്മൾക്ക് വിളിക്കാം. അപ്പോൾ 2 ടൈപ്പ് ഓഫ് യൂസേഴ്സാണ് ബേസിക്കലി ഉള്ളത്. ഒന്ന് ഇൻറ്റേർണൽ യൂസേഴ്സ്, രണ്ടാമത്തെ എക്സ്റ്റേണൽ യൂസേഴ്സ്. ഇൻറ്റേർണൽ യൂസേഴ്സ് എന്ന് പറയുന്നത് ആ ബിസിനസ്സിൻ്റെ ഉള്ളിൽ തന്നെയുള്ള യൂസേഴ്സ് ആരൊക്കെയാണ്? ഓണേഴ്സ് അല്ലേ. അപ്പോൾ ആ ബിസിനസ് ഓൺ ചെയ്യുന്ന ആൾക്ക് ആ ബിസിനസ്സിൻ്റെ പെർഫോമൻസ് എന്താണെന്ന് അറിയണം. എവിടെയാണ് ഇപ്പോൾ ഫിനാൻഷ്യൽ പൊസിഷൻ നിൽക്കുന്നത്, എത്ര ലയബിലിറ്റി ഉണ്ട്, എത്ര കടമുണ്ട്, എത്ര കമ്പനിക്ക് അസറ്റ് ഉണ്ട് എന്നൊക്കെ അറിയണം അല്ലേ. അപ്പോൾ ഓണേഴ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യും. മാനേജ്മെൻറ്റ് യൂസ് ചെയ്യും അല്ലേ. മാനേജ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? പുതിയ ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ. അതായത് കമ്പനി എക്സ്പാൻഡ് ചെയ്യണോ, കമ്പനിയുടെ ഓപ്പറേഷൻസ് എന്തെങ്കിലും പുതിയ മാർക്കറ്റിൽ കൊണ്ടുപോകണോ എന്നൊക്കെ അറിയാൻ വേണ്ടി മാനേജ്മെൻറ്റ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ കമ്പനി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ എംപ്ലോയീസും വർക്കേഴ്സും ഇൻറ്റേർണൽ യൂസേഴ്സായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അവർക്കും ആവശ്യമുണ്ട് അല്ലേ. അവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനം എങ്ങോട്ടാണ് പോകുന്നത്, നല്ല രീതിയിലാണോ, അടച്ചു പൂട്ടാൻ പോവുകയാണോ എന്നൊക്കെ അവർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവും അല്ലേ. അപ്പോൾ ആദ്യത്തെ ടൈപ്പ് ഓഫ് യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റേർണൽ യൂസേഴ്സാണ്. 3 പേര്: ഓണേഴ്സ്, മാനേജ്മെൻറ്റ്, എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ്. രണ്ടാമത്തെ സെറ്റ് ഓഫ് യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ യൂസേഴ്സ്, അതായത് ബിസിനസ്സിന് വെളിയിൽ ഉള്ള ആളുകൾ, അവരാണ് എക്സ്റ്റേണൽ യൂസേഴ്സ് അല്ലേ. ആരൊക്കെയാണ്? ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിസിനസ്സിന് കടം കൊടുത്ത ആളുകൾ. അപ്പോൾ ഒരു ബിസിനസ്സിന് കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരാൾ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അറിയണം അല്ലേ അത് തിരിച്ച് കിട്ടുമോ, കമ്പനി എങ്ങനെയാണ്, ലാഭത്തിലാണെങ്കിൽ തിരിച്ച് കിട്ടുമെന്നുള്ള പ്രതീക്ഷയുള്ളൂ. അപ്പോൾ ലാഭത്തിലാണോ, നല്ല രീതിയിലാണോ കമ്പനി പോകുന്നതെന്നൊക്കെ ക്രെഡിറ്റേഴ്സിന് ആകാംക്ഷ ഉണ്ടാവും അറിയാൻ അല്ലേ. അപ്പോൾ അവർ എക്സ്റ്റേണൽ യൂസേഴ്സാണ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നൊരു പാർട്ടി അല്ലെങ്കിൽ യൂസറാണ്. കൂടാതെ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? ഒരു കമ്പനിയിൽ ഷെയറിൽ അവരുടെ ക്യാപിറ്റലിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെയാണ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഉദ്ദേശം എന്താ? അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ അവർക്ക് തിരിച്ച് കിട്ടണം അല്ലേ. ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും ചിന്തിക്കുന്നത് അവർ 100 രൂപ മടക്കിയിട്ടുണ്ടെങ്കിൽ അതിന് മുകളിൽ അവർക്കൊരു എമൗണ്ട് കിട്ടണം അല്ല. 100 രൂപ, 110 രൂപ കിട്ടുക, 120 രൂപ അല്ലെങ്കിൽ 150 രൂപ കിട്ടിയാൽ അവർക്ക് ലാഭമുള്ളൂ. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആഗ്രഹം എപ്പോഴും അവർ ഇൻവെസ്റ്റ് ചെയ്ത പൈസ എങ്കിലും അവർക്ക് തിരിച്ച് കിട്ടണം. അപ്പോൾ അതിനെ പറ്റിയുള്ള ഇൻഫർമേഷനൊക്കെ എവിടെ നിന്നാണ് കിട്ടുക? ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിന് കിട്ടും. കമ്പനിയുടെ ഫ്യൂച്ചർ പ്ലാൻ എന്തൊക്കെയാണ്, ഫ്യൂച്ചർ ഗ്രോത്ത് എങ്ങനെയായിരിക്കും, പ്രോഫിറ്റ് ഉണ്ടാക്കുമോ, ഇപ്പോൾ കമ്പനിക്ക് ബാധ്യതകൾ അധികം ഉണ്ടോ എന്നൊക്കെ ഇൻവെസ്റ്റേഴ്സിന് അറിയാൻ താല്പര്യം ഉണ്ടാകും. അവർ ആ ഒരു അറിവ് വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ഡാറ്റ വെച്ചിട്ടാണ് അവർ ഇൻഫോംഡ് ഡിസിഷൻ എടുക്കുന്നത്. അങ്ങനെയാണ് ആ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ, ആ ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള തീരുമാനത്തിൽ എത്തുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ യൂസേഴ്സിൽ ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ബാങ്ക്സും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അപ്പോൾ ലോൺ കൊടുത്തിട്ടുണ്ടാവും ബാങ്ക്സും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ അല്ലേ. അവരും ക്രെഡിറ്റേഴ്സിൻ്റെ പോലെ തന്നെയാണ്. അവരും കൊടുത്ത പൈസ തിരിച്ചു കിട്ടുമെന്ന് അവർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാകും. അപ്പോൾ അവർ യൂസേഴ്സാണ്. പിന്നെ ഗവൺമെൻറ് ആൻഡ് ഇറ്റ്സ് അതോറിറ്റീസ്. ടാക്സ് ഒക്കെ കൃത്യമായിട്ട് പേ ചെയ്യുന്നുണ്ടോ, ലോ ഒക്കെ അബൈഡ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി അവർക്കും താല്പര്യം ഉണ്ടാകും. അപ്പോൾ അവരും ഒരു എക്സ്റ്റേണൽ യൂസറാണ്. കൂടാതെ റിസർച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ പ്രോഫിറ്റിന് PhD ചെയ്യുന്ന ആളുകൾ, അക്കാഡമിഷ്യൻസ്, അവരൊക്കെ എന്തിൽ വരും? റിസർച്ചേഴ്സിൽ വരും. അതേഴ്സ്, വേറെ ആരെങ്കിലും ഇനി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെല്ലാം എന്ത് വരും? എക്സ്റ്റേണൽ യൂസർ എന്ന് പറയുന്ന ഗണത്തിൽ വരും. ഇനി നമ്മളിപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന് എക്സ്പെൻഡിച്ചർ എന്താണ്, ഒന്ന് റെസിപ്റ്റ് എന്താണ്. അപ്പോൾ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെ എടുക്കണം? ബാലൻസ് ഷീറ്റിൽ എടുക്കണോ, ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കണോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കണോ എന്നൊക്കെ അറിയുള്ളൂ. അപ്പോൾ എക്സ്പെൻഡിച്ചർ എന്താണ്, റെസിപ്റ്റ് എന്താണെന്നുള്ള ആ വ്യത്യാസം അറിയണം. എന്താണ് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ എന്താണ് റെസിപ്റ്റ്? എക്സ്പെൻഡിച്ചർ തന്നെ എത്ര തരമുണ്ട്, റെസിപ്റ്റ് തന്നെ എത്ര തരമുണ്ടെന്നൊക്കെ നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചറാണ്. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലയബിലിറ്റി, ഒരു എക്സിസ്റ്റിംഗ് ലയബിലിറ്റി, അതായത് നിലവിലുള്ളൊരു ബാധ്യത സെറ്റിൽ ചെയ്യാൻ അല്ലെങ്കിൽ ആ കടം വീട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതല്ലാത്ത എല്ലാവിധ എക്സ്പെൻഡിച്ചറുകളെയും എല്ലാവിധ പേയ്മെൻറ്റുകളെയും നമ്മൾ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. അതായത് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് നിലവിലൊരു കടമുണ്ട്, ഒരു ലോണുണ്ട്, അതുപോലെ വേറെ ഏതെങ്കിലും ലയബിലിറ്റീസും ഉണ്ടാവും അല്ലേ. ആ ലയബിലിറ്റീസൊക്കെ പേ ഓഫ് ചെയ്യാൻ അല്ലെങ്കിൽ സെറ്റിൽ ചെയ്യാൻ അല്ലാതെ എന്തെങ്കിലും പേയ്മെൻറ്റ് നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാഷ് ഔട്ട്ഫ്ലോ വന്നിട്ടുണ്ടോ, അതിനാണ് എന്ത് പറയുക? എക്സ്പെൻഡിച്ചർ. അപ്പോൾ ബാധ്യത വീട്ടിക്കഴിഞ്ഞാൽ അത് എക്സ്പെൻഡിച്ചർ അല്ല, അത് പേയിങ് ഓഫ് ലയബിലിറ്റി സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക എന്ന് മാത്രമേ നമ്മൾ പറയുള്ളൂ. ലയബിലിറ്റി സെറ്റിൽ ചെയ്യാൻ അല്ലാതെ എന്തെങ്കിലും പേയ്മെൻറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ എന്താ പറയുക? എക്സ്പെൻഡിച്ചർ എന്ന് പറയും. അപ്പോൾ എക്സ്പെൻഡിച്ചർ തന്നെ 3 തരത്തിലുണ്ട്, 3 ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചർ ഉണ്ട്. ഒന്ന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, രണ്ടാമത്തെ റവന്യൂ എക്സ്പെൻഡിച്ചർ, മൂന്നാമത്തെ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പോൾ എക്സ്പെൻഡിച്ചർ ഒരു ഓർഗനൈസേഷൻ ഇൻകർ ചെയ്യുന്നുണ്ടെങ്കിൽ
അതിനെന്തെങ്കിലും ഒരു ബെനിഫിറ്റും കിട്ടും അല്ലേ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്, നമ്മൾ 10 രൂപ കൊടുത്തൊരു പെൻ മേടിച്ചു. പെൻ മേടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ 10 രൂപ പോയി എന്ന് പറഞ്ഞിരിക്കുമോ? ഇല്ല, നമുക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടുന്നുണ്ടല്ലേ. നമുക്ക് പരീക്ഷ എഴുതാം, നോട്ട്സ് എഴുതാം, പല കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കാം അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ആ ഭക്ഷണം കഴിച്ചതിൻ്റെ പൈസ നമുക്ക് നഷ്ടമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, നമുക്ക് അതിൽ നിന്നൊരു ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ എല്ലാ എക്സ്പെൻഡിച്ചറിനും ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പോൾ ബെനിഫിറ്റ് എത്ര വർഷത്തേക്ക് അല്ലെങ്കിൽ എത്ര കാലയളവിലേക്ക് നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും എന്ന് ഉള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഒരു എക്സ്പെൻഡിച്ചറിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ, അതേ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ബെനിഫിറ്റ് എത്ര കാലം വരെ നമ്മൾക്ക് ആ ഒരു എക്സ്പെൻഡിച്ചർ നടത്തി കഴിഞ്ഞാൽ കിട്ടും എന്ന് വെച്ചുകൊണ്ടാണ് നമ്മൾ അതിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ, അത് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ എന്ന് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് നോക്കാം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലയബിലിറ്റി സെറ്റിൽ ചെയ്യാനല്ലാതെ നമ്മൾ എന്തെങ്കിലും പേയ്മെൻറ്റ് നടത്തുന്നുണ്ടെങ്കിൽ അത് എക്സ്പെൻഡിച്ചറാണ്. അതിൽ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എക്സ്പെൻഡിച്ചർ നടത്തി കഴിഞ്ഞാൽ, ഒരു സ്പെൻഡിങ് നടത്തി കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ബെനിഫിറ്റ് ഒരു വർഷത്തിൽ കൂടുതൽ നമ്മൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, ആ ഒരു എക്സ്പെൻഡിച്ചറിൽ നിന്നുള്ള ബെനിഫിറ്റ് ഒരു വർഷത്തിൽ കൂടുതൽ നമ്മൾക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുപോലത്തെ എക്സ്പെൻഡിച്ചറുകളെയാണ് നമ്മൾ എന്ത് പറയുക, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിക്സ്ഡ് അസറ്റ് പർച്ചേസ് ചെയ്യാം. ഫിക്സ്ഡ് അസറ്റ് അക്വയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്സ്പെൻഡിച്ചർ. ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ മെഷീനറി പർച്ചേസ് ചെയ്തു, അല്ലെങ്കിൽ പ്ലാന്റ് പർച്ചേസ് ചെയ്തു, ഫർണിച്ചർ പർച്ചേസ് ചെയ്തു. ഇതൊക്കെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ഇത് ലയബിലിറ്റി സെറ്റിൽ ചെയ്യാനല്ലല്ലോ ഉപയോഗിച്ചേക്കുന്നത്, അല്ല. അപ്പോൾ ഇതൊരു എക്സ്പെൻഡിച്ചറാണ്. പക്ഷേ ഈ ഒരു എക്സ്പെൻഡിച്ചറിൽ നിന്നുള്ള ബെനിഫിറ്റ് എത്ര വർഷത്തേക്ക് കിട്ടും? ഒരു വർഷത്തിന് മുകളിൽ കിട്ടും അല്ലേ. ഒരു അക്കൗണ്ടിങ് ഇയറിന് മുകളിൽ കിട്ടും. ഒരു ബിൽഡിംഗ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു വർഷമാണോ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടില്ല, കാലാകാലങ്ങളോളം കിട്ടും അല്ലേ. നമ്മൾക്ക് ഒരു കാറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ കാലാകാലങ്ങളോളം നമ്മൾക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് ഡിറൈവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു കമ്പനി മെഷീനറി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ കാലങ്ങളോളം കിട്ടും. ഒരു വർഷത്തേക്കല്ല അതിൻ്റെ ബെനിഫിറ്റ്, പല വർഷങ്ങളിലും അതിൻ്റെ ബെനിഫിറ്റ് ഡിറൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു വർഷത്തിന് മുകളിൽ ഒരു എക്സ്പെൻഡിച്ചറിൽ നിന്ന് ബെനിഫിറ്റ് ഡിറൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുപോലത്തെ എക്സ്പെൻഡിച്ചറുകളെയാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുക. എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സ്ഡ് അസറ്റ് പർച്ചേസ് ചെയ്യുക, അക്വയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ പർച്ചേസിങ് ഓഫ് ഫിക്സ്ഡ് അസറ്റ് എന്തൊക്കെയാണ്? ഫിക്സ്ഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ലാൻഡ്, ബിൽഡിംഗ്, കാർ, ഫർണിച്ചർ, മെഷീനറി അല്ലേ, ഇതൊക്കെ. കൂടാതെ പർച്ചേസ് ഓഫ് മെറ്റീരിയൽ ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബിൽഡിംഗ് ഒരു ഫിക്സ്ഡ് അസറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു ബിൽഡിംഗ് പണിയാൻ വേണ്ടി ലേബറേഴ്സിന് വേജസ് കൊടുത്തു, കൂലി കൊടുത്തു, അതും എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫിക്സ്ഡ് അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ചിലവായ കാശാണ്. ഓക്കെ, അപ്പോൾ ഒരു വർഷത്തേക്കുള്ള ബെനിഫിറ്റ് ഡിറൈവ് ചെയ്തതിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. അടുത്ത ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലാത്ത എല്ലാ എക്സ്പെൻഡിച്ചറുകളും എന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. പക്ഷേ നമ്മൾക്ക് ഇത്രയും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ എങ്ങനെ പറയാം? ഒരു വർഷത്തിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ താഴെ ബെനിഫിറ്റ് ഡിറൈവ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചറുകളെല്ലാം നമ്മൾക്ക് എന്തായിട്ട് ക്ലാസിഫൈ ചെയ്യാം? റവന്യൂ എക്സ്പെൻഡിച്ചർ. മാക്സിമം ഒരു വർഷം വരെ കിട്ടും, അല്ലെങ്കിൽ അതിൽ താഴെ. ഒരു വർഷത്തിൽ കൂടുതൽ കിട്ടില്ല. ഒരു വർഷത്തിൽ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആവും. അപ്പോൾ ഒരു വർഷമോ അല്ലെങ്കിൽ അതിൽ താഴെയോ പീരീഡിലേക്ക് ഒരു എക്സ്പെൻഡിച്ചറിൽ നിന്ന് ബെനിഫിറ്റ് ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾക്ക് എന്ത് വിളിക്കാം? റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാം. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലാത്ത എല്ലാ കാര്യങ്ങളെയും നമുക്ക് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ഒരു വർഷമോ അല്ലെങ്കിൽ അതിൽ താഴെയോ ബെനിഫിറ്റ് ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചറുകളെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ദൈനംദിന ചിലവുകൾ, ഡേ ടു ഡേ എക്സ്പെൻഡിച്ചറൊക്കെല്ലാം എന്താ? റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേജസ് കൊടുത്തു, എംപ്ലോയീസിന് റിഫ്രഷ്മെൻറ്റ്, ചായ, സ്നാക്കൊക്കെ മേടിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഗുഡ്സ് വാങ്ങിക്കാൻ ഉള്ള എമൗണ്ട്, അതെല്ലാം എന്താ? റവന്യൂ എക്സ്പെൻഡിച്ചറാണ് അല്ലേ. ഇതിൽ നിന്നൊക്കെ ഉള്ള ബെനിഫിറ്റ് എത്രയാണ്? മാക്സിമം ഒരു വർഷത്തേക്കേ കിട്ടുള്ളൂ അല്ലേ. സാലറി കൊടുത്തു എംപ്ലോയീസിന്, ബെനിഫിറ്റ് എത്ര നാൾ കിട്ടും? ആ കൊടുക്കുന്ന മാസം അല്ലേ. ഇപ്പോൾ ജനുവരിയിൽ വർക്ക് ചെയ്തു, ഫെബ്രുവരി 1-ാം തീയതി സാലറി കൊടുത്തു. അടുത്ത മാസം സാലറി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? അവരുടെ നിന്നുള്ള ബെനിഫിറ്റ് ഒന്നും കിട്ടില്ല, അവർ ജോലി ഇട്ടിട്ട് പോകും അല്ലേ. അതുപോലെ തന്നെ റെൻറ്റ് കൊടുക്കുക. അപ്പോൾ വാടകയ്ക്കാണ് ബിൽഡിംഗ്, ഓഫീസ് ബിൽഡിംഗ് എങ്കിൽ റെൻറ്റ് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? റവന്യൂ എക്സ്പെൻഡിച്ചർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ബെനിഫിറ്റ് ഒരു വർഷത്തേക്കേ ഉള്ളൂ, മാക്സിമം ഒരു വർഷമോ അല്ലെങ്കിൽ അതിൽ ചുരുങ്ങിയൊരു കാലയളവിൽ മാത്രമേ അതിൽ നിന്നുള്ള ബെനിഫിറ്റ് ഡിറൈവ് ചെയ്യുള്ളൂ. അപ്പോൾ അതുപോലത്തെ എക്സ്പെൻഡിച്ചറുകൾ നമ്മൾക്ക് റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ട് ട്രീറ്റ് ചെയ്യാം. ഇനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെയും റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെയും ട്രീറ്റ്മെൻറ്റ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എപ്പോഴും നമ്മൾ ബാലൻസ് ഷീറ്റിൽ
കാണിക്കും, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കും, അല്ലെങ്കിൽ അത് ലയബിലിറ്റി ഡിക്രീസ് ചെയ്യാനായിട്ട് കാണിക്കും. അപ്പോൾ ബാലൻസ് ഷീറ്റിലാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരിക. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ വരും. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എപ്പോഴും ബാലൻസ് ഷീറ്റിലും റവന്യൂ എക്സ്പെൻഡിച്ചർ എപ്പോഴും ട്രേഡിംഗ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലോ വരും. ഇനി നമ്മൾക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു പോയ കാര്യങ്ങളൊക്കെ തന്നെയാണ്, എന്നാലും ഒന്നും കൂടി സമ്മറൈസ് ചെയ്യണമെന്നുള്ളൂ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ആദ്യത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എപ്പോഴും ഒരു ബിസിനസ്സിൻ്റെ ഏണിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്സ്പെൻഡിച്ചറാണ്. നമ്മൾ മെഷീനറി പർച്ചേസ് ചെയ്തു അല്ലേ, കമ്പനിയിൽ ഓൾറെഡി ഒരു മെഷീനറി ഉണ്ട്, കമ്പനി വിചാരിക്കുകയാണ് ഒരു മെഷീനറിയും കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂടും, അപ്പോൾ ഏണിംഗ് കപ്പാസിറ്റി കൂടുതൽ വരുമാനം കിട്ടും എന്ന് തീരുമാനിക്കുകയാണ് അല്ല വിചാരിക്കുകയാണ്. അപ്പോൾ അതുപോലത്തെ എക്സ്പെൻഡിച്ചറുകളൊക്കെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ഏണിംഗ് കപ്പാസിറ്റി കൂട്ടുന്ന ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചറാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതിൻ്റെ ഏണിംഗ് കപ്പാസിറ്റി മെയിൻറ്റെയിൻ ചെയ്തു പോകാനാണ് അല്ലേ, ഏതാണോ ലെവൽ ആ ലെവലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ, ദൈനംദിന എക്സ്പെൻഡിച്ചറുകളൊക്കെ മീറ്റ് ചെയ്ത് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഏണിംഗ് കപ്പാസിറ്റീനെ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചറാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. രണ്ടാമത്തെ ടൈപ്പ് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഫിക്സ്ഡ് അസറ്റ്സ് അക്വയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുകയാണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈനംദിന ചിലവുകൾ അല്ലെങ്കിൽ ഡേ ടു ഡേ കണ്ടക്ട് ഓൺ ചെയ്യാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുക. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നോൺ റിക്കറിങ് നേച്ചറാണ്, അതായത് എല്ലാ ദിവസവും നടക്കുന്ന കാര്യമല്ല, വല്ലപ്പോഴും ഒരിക്കലും നടന്നാലേ അല്ലേ. ഒരു മെഷീനറി എല്ലാ ദിവസവും മേടിക്കില്ല, അല്ലെങ്കിൽ മാസത്തിൽ എല്ലാ മാസവും മേടിക്കില്ല, വല്ലപ്പോഴും ഒരിക്കലേ നടക്കുകയുള്ളൂ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, റിക്കറിങ് നേച്ചറാണ്. ചിലപ്പോൾ മാസം വരും, ചിലപ്പോൾ ഡെയിലി വരും അല്ലേ. അപ്പോൾ റിക്കർ ചെയ്തുകൊണ്ടിരിക്കും, വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ സാലറി എല്ലാ മാസവും കൊടുക്കണം, റെൻ്റ് എല്ലാ മാസവും കൊടുക്കണം അല്ലേ. അപ്പോൾ റിക്കറിങ് നേച്ചറാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നോൺ റിക്കറിങ് നേച്ചറാണ്. ഇനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ ബെനിഫിറ്റ് ഒന്നിലധികം വർഷത്തേക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. റവന്യൂ എക്സ്പെൻഡിച്ചറിൽ നിന്നുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി മാക്സിമം 1 അക്കൗണ്ടിങ് ഇയർ വരെ അല്ലെങ്കിൽ അതിൽ താഴെ. ഓക്കെ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബാലൻസ് ഷീറ്റിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. റവന്യൂ എക്സ്പെൻഡിച്ചർ either in trading account or profit and loss account. അത് ഏത് ഐറ്റം ആണെന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ട്രേഡിങ്ങിൽ വേണോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വേണമെന്ന് തീരുമാനിക്കുന്നത്. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം വർഷത്തേക്ക് നമുക്ക് ബെനിഫിറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ ചില റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ താഴെ നമുക്ക് ബെനിഫിറ്റ് കിട്ടുള്ളൂ. പക്ഷേ ചില റവന്യൂ എക്സ്പെൻഡിച്ചറിൽ നിന്ന് നമ്മൾക്ക് ബെനിഫിറ്റ് ഒരു വർഷത്തിന് മുകളിൽ കിട്ടും. ബെനിഫിറ്റ് ഒരു വർഷത്തിന് മുകളിൽ നമുക്ക് ഡിറൈവ് ചെയ്യും. പക്ഷേ നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് ട്രീറ്റ് ചെയ്യാനും പറ്റില്ല. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, ഹെവി അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. ഒരു 1000 രൂപയുടെ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചറൊന്നുമല്ല, 2 കോടി 3 കോടിയുടെയൊക്കെ അഡ്വർടൈസിങ് എക്സ്പെൻഡിച്ചർ വരികയാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് പത്രത്തിൻ്റെയൊക്കെ ഫ്രണ്ട് പേജിലും ബാക്ക് പേജിലും ഒക്കെ ആയിട്ട് ഒരു കമ്പനിയുടെ തന്നെ അഡ്വർടൈസ്മെൻറ്റൊക്കെ കണ്ടിട്ടുണ്ടല്ലേ, ജാക്കറ്റ് പേജ് എന്ന് പറയും നമ്മൾ. അതൊക്കെ വലിയ തുക മുടക്കി കൊടുക്കുന്ന അഡ്വർടൈസ്മെൻറ്റാണ്. അപ്പോൾ അതൊക്കെ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ആ അഡ്വർടൈസ്മെൻറ്റിൽ നിന്നൊക്കെ ഉള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം വർഷം ഡിറൈവ് ചെയ്യും. പക്ഷേ നമ്മൾക്കത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? അതൊരു ഫിക്സ്ഡ് അസറ്റ് അല്ല അല്ലേ, ആ ഏണിംഗ് കപ്പാസിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമുക്കതിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ പോലെ തന്നെ ഒന്നിലധികം വർഷം അതിൽ നിന്നുള്ള ബെനിഫിറ്റ് ഡിറൈവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3 അല്ലെങ്കിൽ 5 വർഷത്തിനുള്ളിലോ ആ ഒരു എമൗണ്ടിനെ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യണം. റൈറ്റ് ഓഫ് ചെയ്യണം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കണം, ചാർജ് ചെയ്യണം, എക്സ്പെൻസായിട്ട് കാണിക്കണം. അത്രയും കാലം നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ പോലെ ബാലൻസ് ഷീറ്റിൽ കാണിക്കും. ഓരോ വർഷവും നിശ്ചിത തുക, ഒരു ഫിക്സ്ഡ് എമൗണ്ട് അതിൽ നിന്ന് റൈറ്റ് ഓഫ് ചെയ്ത് ട്രേഡിംഗ് P&L കാണിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 50,000 രൂപയുടെ അഡ്വർടൈസിങ് എക്സ്പെൻഡിച്ചർ ഒരു കമ്പനിക്ക് വന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ 50,000 രൂപ ബാലൻസ് ഷീറ്റിൽ അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞ് കാണിക്കാം അല്ലേ. പക്ഷേ ഇത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ല. റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ നമ്മൾക്കിത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കാം. പക്ഷേ ഇത് റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 50,000 രൂപ 5 വർഷത്തിനുള്ളിൽ റൈറ്റ് ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചിലവായ വർഷം ബാലൻസ് ഷീറ്റിൽ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഓൺ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ 50,000 കാണിക്കും. അത് ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? 5 വർഷത്തിനുള്ളിൽ, മാക്സിമം 5 വർഷത്തിനുള്ളിൽ റൈറ്റ് ഓഫ് ചെയ്യണം. അപ്പോൾ 50,000-നെ 5 വർഷത്തിനുള്ളിൽ റൈറ്റ് ഓഫ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 ഡിവൈഡഡ് ബൈ 5, 10,000 രൂപ വെച്ചാൽ ഓരോ വർഷം റൈറ്റ് ഓഫ് ചെയ്യണം. രണ്ടാമത്തെ വർഷം വന്നു, ബാലൻസ് ഷീറ്റിൽ 50,000 മൈനസ് 10,000, 50,000 ഡിവൈഡഡ് ബൈ 5 വർഷം, അപ്പോൾ 10,000. 50,000 മൈനസ് 10,000, 40,000 ബാലൻസ് ഷീറ്റിൽ കാണിക്കും. 10,000 എന്ത് ചെയ്യും?
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ 10,000 റൈറ്റ് ഓഫ് ചെയ്യും, ഈക്വലായിട്ട് ഫിക്സ്ഡ് എമൗണ്ട് ആയിട്ട് റൈറ്റ് ഓഫ് ചെയ്യും. അപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചർ തന്നെ, പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ് ഒന്നിലധികം വർഷം ഡിറൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ എന്താ പറയുക, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. രണ്ട് മെയിൻ എക്സാമ്പിളാണ് ഹെവി അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. റിസർച്ച് നടത്താൻ വേണ്ടി അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഇതിനൊക്കെ വേണ്ടി എക്സ്പെൻഡിച്ചർ നടത്തി കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യാം, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ട്രീറ്റ്മെൻറ്റ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുമ്പോൾ ഇതിനെ ഫിക്റ്റീഷ്യസ് അസറ്റായിട്ടാണ് കാണിക്കുക. ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നെഴുതി നമ്മൾക്ക് കാണിക്കാവുന്നതാണ്. ഇനി ഏറ്റവും അവസാനത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസീപ്റ്റ്സ്. നമ്മളിപ്പോൾ എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ, അതുപോലെ തന്നെ റിസീപ്റ്റ്സ് ഉണ്ട്. അപ്പോൾ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ 3 ടൈപ്പ്: ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. റിസീപ്റ്റ്സും ഉണ്ട് അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ. പക്ഷേ റിസീപ്റ്റ്സിന് 3 ക്ലാസിഫിക്കേഷൻ ഇല്ല, 2 ക്ലാസിഫിക്കേഷനേ ഉള്ളൂ: ക്യാപിറ്റൽ റിസീപ്റ്റും റവന്യൂ റിസീപ്റ്റും. ക്യാപിറ്റൽ റിസീപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിസീപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ക്യാഷ് വരുമ്പോൾ ഒരു ഒബ്ലിഗേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്, ഒരു ലയബിലിറ്റി അല്ലെങ്കിൽ ഒരു ബാധ്യത കമ്പനിക്ക് അല്ലെങ്കിൽ ഓർഗനൈസേഷന് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഒരു നിശ്ചിത തുക കമ്പനിക്ക് അല്ലെങ്കിൽ ബിസിനസ്സിന് വന്നു കഴിഞ്ഞാൽ, വരവ് വന്നു കഴിഞ്ഞാൽ അതൊരു ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ക്യാപിറ്റൽ റിസീപ്റ്റ് എന്ന് പറയാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓണർ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നു അല്ലേ, അത് ബാധ്യത ക്രിയേറ്റ് ചെയ്യുക അല്ലേ, പുതിയ ബാധ്യത വന്നു ബിസിനസ്സിനെ നോക്കുമ്പോൾ അത് ഓണർക്ക് തിരിച്ചു കൊടുക്കണം നിശ്ചിത സമയം കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് ലോൺ എടുത്തു. അപ്പോൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ ക്യാഷ് വരും ബിസിനസ്സിലേക്ക്, പക്ഷെ അതൊരു ബാധ്യതയാണ് അല്ലേ, ഒരു ഒബ്ലിഗേഷൻ, അഡീഷണൽ ഒബ്ലിഗേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഒബ്ലിഗേഷൻ എന്താണ്, ക്യാപിറ്റൽ റിസീപ്റ്റ് ആണ് അല്ലേ, അത് പിന്നീട് തിരിച്ചു കൊടുക്കണം ലോൺ. അപ്പോൾ അതുപോലത്തെ റിസീപ്റ്റുകളെയാണ് നമ്മൾ എന്ത് പറയുക, ക്യാപിറ്റൽ റിസീപ്റ്റ്. അല്ലെങ്കിൽ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്. ഒരു ഫിക്സ്ഡ് അസറ്റ് ഉണ്ടായിരുന്നു, അത് വിറ്റു, അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന് എന്താണ് പറയുക, ക്യാപിറ്റൽ റിസീപ്റ്റ്. അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ടിനെ ക്യാപിറ്റൽ റിസീപ്റ്റായിട്ട് കൂട്ടാം. ക്യാപിറ്റൽ റിസീപ്റ്റ്സ് എപ്പോഴും ബാലൻസ് ഷീറ്റിൽ കാണിക്കും, ഒന്നില്ലെങ്കിൽ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്ത് കാണിക്കും, ലയബിലിറ്റി കൂടി എന്നുള്ള രീതിയിൽ കാണിക്കും, അല്ലെങ്കിൽ ഒരു അസറ്റിൽ നിന്ന് റെഡ്യൂസ് ചെയ്ത് കാണിക്കും. ഓക്കെ, ഇനി റവന്യൂ റിസീപ്റ്റ് എന്താണ്? ക്യാപിറ്റൽ റിസീപ്റ്റ് അല്ലാത്ത അതെല്ലാം റവന്യൂ റിസീപ്റ്റ് ആണ് അല്ലേ. ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ആണ് റവന്യൂ റിസീപ്റ്റ്, അല്ലെങ്കിൽ വരവാണ് റവന്യൂ റിസീപ്റ്റ് എന്ന് പറയാം. ഒരു നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനം അല്ലെങ്കിൽ വരവിനെയാണ് എന്ത് പറയുക, റവന്യൂ റിസീപ്റ്റ്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഒരു കമ്പനി ഒരു സ്റ്റേഷനറി കടയിൽ നിന്നുള്ള വരവ് എന്താ, അവരുടെ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ബുക്സ് വിറ്റു, സ്റ്റേഷനറി ഐറ്റംസ്, പെൻസിൽ, സ്കെയിലൊക്കെ വിറ്റ് കിട്ടുന്ന ഇതിനെയാണ് വരുമാനം എന്ന് പറയുക അല്ലേ. അപ്പോൾ അതുപോലത്തെ ഡേ ടു ഡേ അല്ലെങ്കിൽ നോർമൽ കോഴ്സ് ഓഫ് ആക്ടിവിറ്റിയിൽ നിന്ന് കിട്ടുന്ന റവന്യൂവിനെ അല്ലെങ്കിൽ റെസിപ്റ്റിനെയാണ് റവന്യൂ റെസിപ്റ്റ്സ് എന്ന് പറയാം. ഓക്കെ, റവന്യൂ റെസിപ്റ്റ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P&L അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇന്നത്തെ സെഷൻ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, ഒരു ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന വേറൊരു പേര് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നൊരു സാധനം. പിന്നെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് അറിയാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ്. കൂടാതെ ഷെഡ്യൂൾസ് ആൻഡ് നോട്ട്സ് ടു അക്കൗണ്ട്സും എക്സ്പ്ലനേറ്ററി നോട്ട്സും എന്തൊക്കെ ഡിസ്ക്ലോഷറൊക്കെ വരുത്തിയിട്ടുണ്ടോ അതൊക്കെ മെൻഷൻ ചെയ്യുന്ന ഏരിയയാണ് ഷെഡ്യൂൾസ് ആൻഡ് നോട്ട്സ് ടു അക്കൗണ്ട്സ്. ഇതിനെല്ലാം കൂടി കളക്റ്റീവായിട്ട് പറയുന്ന പേരാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾക്ക് കുറേ യൂസേഴ്സിന് വേണ്ടിയുള്ള ഇൻഫർമേഷൻ കൊടുക്കാനാണ് അതിൻ്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ്. അപ്പോൾ യൂസേഴ്സിനെ എക്സ്റ്റേണൽ യൂസേഴ്സിനും ഇൻറ്റേർണൽ യൂസേഴ്സിനും ക്ലാസിഫൈ ചെയ്യാം. കൂടാതെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട 2 കാര്യങ്ങളാണ് എക്സ്പെൻഡിച്ചറും റെസീപ്റ്റും. അതിൽ എക്സ്പെൻഡിച്ചർ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഏതാണ്, റവന്യൂ എക്സ്പെൻഡിച്ചർ ഏതാണ്, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഏതാണെന്ന് അറിയണം. അതറിഞ്ഞാൽ മാത്രമേ ബാലൻസ് ഷീറ്റിൽ എമൗണ്ട് കാണിക്കണോ അല്ലെങ്കിൽ ആ ഐറ്റം ബാലൻസ് ഷീറ്റിൽ കാണിക്കണോ, ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കണോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. കൂടാതെ അതുപോലെ തന്നെ റെസീപ്റ്റ്സിനെയും ക്യാപിറ്റൽ റെസീപ്റ്റ്സും റവന്യൂ റെസീപ്റ്റ്സും ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതറിഞ്ഞാൽ മാത്രമേ ബാലൻസ് ഷീറ്റിൽ എടുക്കണോ അതേ P&L എടുക്കണോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.